എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, ഇന്നലെ ബ്ലൂ മൂണായിരുന്നു, അറിയാമല്ലോ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൗർണമിയായിരുന്നു ഇന്നലെ. ഇന്നലെ മിനിഞ്ഞാന്നും ഉണ്ടായിരുന്നു, ആക്ച്വലി 2 days ഉണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് തന്നെയാണ് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ. എങ്ങനെയാണ് പൗർണമിയുടെ ശക്തമായ പൗർണമിയുടെ എഫക്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സിൽ വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത് ഇന്ന്. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ് കേട്ടോ. ന്യൂട്രലായി മാത്രം റീഡിങ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് ചെയ്തുകൊണ്ടേയിരിക്കുക. മെഡിറ്റേഷൻസ് കഴിയുമെങ്കിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. കഴിഞ്ഞ ദിവസത്തെ ബ്ലൂ മൂണിൻ്റെ പ്രഭാവം എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സ്, കറണ്ട് ഓണസ്റ്റ് ടു ഡീപ് ഡൗൺ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്ന് പറഞ്ഞു തരും. ഫുൾ മൂണിൻ്റെ പ്രഭാവം കാരണം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? പ്രഭാവം കാരണം ഫുൾ മൂണിൻ്റെ ബ്ലൂ മൂണിൻ്റെ പ്രഭാവം കാരണം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ കറണ്ട് ഫീലിങ്സ്, കറണ്ട് ഓണസ്റ്റ് ടു ഡീപ് ഡൗൺ ഫീലിങ്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ. എടുക്കട്ടെ. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ശരി. ഏസ് ഓഫ് കപ്സ്, ശരി. എംപറർ, ഹൈ പ്രീസ്റ്റസ്, 10 of cups, okay. Devil, death, lovers, queen of wands, hierophant, 4 of swords. ഈ കാർഡ് നേരത്തെ വീണിരുന്നു കേട്ടോ. 7 of wands ഇതും നേരത്തെ വീണിരുന്നു, ഞാൻ തിരിച്ചു വെച്ചു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, കാർഡ് വരണമെങ്കിൽ ആ കാർഡ് വീണ്ടും വരും. 7 of pentacles. Clarify 7 of wands. Clarify 7 of wands. Clarify 7 of wands. 8 of swords. Okay. ആദ്യമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ലൈഫിൽ ഉള്ള വ്യക്തിയാണ് എന്ന് കാണുന്നു കേട്ടോ. ആ റെസ്പോൺസിബിലിറ്റിയിൽ നിങ്ങളെയും കൂടി ഉൾപ്പെടുത്താം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളും അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരുപാട് സ്നേഹം തന്നെയാണ്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വെച്ചിട്ട് ഒരുപാട് സ്നേഹം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും അവിടെ കീപ്പ് ചെയ്യുന്നത്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സ് വിങ്ങുന്ന രീതിയിലുള്ള സ്നേഹം അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ പല പല ഡിഫറൻസസ് ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ. ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇവർ പ്രബലമായൊരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയായിരിക്കാം ജോബിലൊക്കെ. അപ്പോൾ സോഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയിട്ട് സമൂഹം എന്ത് പറയുമെന്നതിനെ പറ്റിയിട്ടൊക്കെ അവർക്ക് ബോധറേഷൻ കൂടിയേ തീരൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് ആണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവർ നോക്കുമ്പോൾ നിങ്ങളും ഒരു മിസ്റ്റീരിയസ് പേഴ്സൺ ആയിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. അവർ നിങ്ങളുടെ ഫീലിങ്സിനെ പറ്റിയിട്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പരസ്പരം നിങ്ങളും അവരുടെ ഫീലിങ്സിനെ പറ്റിയിട്ട് കൺഫ്യൂസ്ഡ് ആണ്, അവരും നിങ്ങളുടെ ഫീലിങ്സിനെ പറ്റി കൺഫ്യൂസ്ഡ് ആണ്. പലർക്കും അവരുടെ മാതാപിതാക്കളിൽ നിന്നും എതിർപ്പ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു. എംപററുടെയും ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വെച്ചിട്ട് മാതാപിതാക്കളിൽ നിന്നുള്ള എതിർപ്പ് ശക്തമായിട്ടുള്ളതായിട്ടും കാണുന്നു. ഓക്കെ, അങ്ങനെ എന്തു തന്നെ ആയാലും ഇവർ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഇതൊരു ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. കാരണം എന്താണ്,
ലവേഴ്സിൻ്റെ എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലേ. ഏസ് ഓഫ് കപ്സിൻ്റെ ഒപ്പം തന്നെ ലവേഴ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. അതായത് ഇവർ ചിന്തിക്കുന്ന ഇത്രയും ഡിഫറൻസസ് ഉണ്ടായിട്ടും എനിക്ക് ഇവരോട് ഇത്രയും തീവ്രമായൊരു പ്രണയം തോന്നണമെങ്കിൽ അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കും എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഫാമിലിയെ കൺവിൻസ് ചെയ്ത് നിങ്ങളെ അവരുടെ കുടുംബത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഏത് രീതിയിലായാലും എന്ത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നാലും എന്തുമാത്രം എഫേർട്സ് അവർക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് ഇടേണ്ടി വന്നാലും അവരത് ചെയ്യാൻ തയ്യാറാണ്. അത് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതെല്ലാം തരണം ചെയ്ത് ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾ ഒരു കുടുംബമായി ഒന്നിച്ചു ജീവിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ കുടുംബമാണ്. ഓൾറെഡി അവരുടെ മനസ്സിൽ നിങ്ങൾ അവരുടെ കുടുംബം തന്നെയാണ് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളെ പ്രതി വല്ലാത്തൊരു മാഗ്നറ്റിക് പുള്ളാണ് അവർ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എന്തോ ഒരു എന്താ പറയുക, നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇവരങ്ങ് മയങ്ങിപ്പോയൊരവസ്ഥ. നിങ്ങൾ തള്ളി പറഞ്ഞു വിട്ടാൽ പോലും അവർ നിങ്ങളെ വിട്ടു പോവില്ല എന്നൊരു അവസ്ഥയാണ്. ഓക്കെ, കണ്ണടച്ചാൽ നിങ്ങളുടെ മുഖം, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് അവർക്ക്. എന്തു ചെയ്യുമ്പോഴും നിങ്ങളുടെ മുഖം മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഒബ്സഷൻ പോലെ, ഒരു അഡിക്ഷൻ പോലെ ആയിരിക്കുകയാണ് നിങ്ങൾ അവർക്ക്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകരുത് എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയാലും, ഈ പറഞ്ഞ എല്ലാ തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെ അവർ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ക്വീൻ ഓഫ് വോൺസ് വെച്ചിട്ട് കേട്ടോ. അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്തെല്ലാം നിങ്ങളെ അടുത്തേക്കാണ് ഓടിയെത്തുക. നിങ്ങളാണ് അവരുടെ പില്ലർ ഓഫ് സപ്പോർട്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഇവർ ഭയങ്കരമായിട്ട് ആകൃഷ്ടരുമാണ്. നിങ്ങളുടെ രൂപത്തിലാവട്ടെ, സംസാരമാവട്ടെ, പെരുമാറ്റമാവട്ടെ, എല്ലാം ഇവർക്ക് ഒരുപാട് റെസ്പെക്റ്റാണ്, സ്നേഹമാണ്, അട്രാക്ഷനാണ്, എല്ലാം കൂടിയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക്. ഓക്കെ, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതും. ചിലർക്കെങ്കിലും ഒരു സെക്കൻഡ് സിനാറിയോ അവിടെ ഉള്ളത്, അവർ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവർ എന്താ പറയുക, 4 പേര് ഉപദേശം ചോദിച്ച് വരുന്ന ഒരു വ്യക്തിയുമായിരിക്കാം. അതായത് ഒരു ടീച്ചറായിരിക്കാം, ഒരു ഒക്കൾട്ട് പ്രാക്ടീഷണർ ആയിരിക്കാം, അതായത് ആസ്ട്രോളജി, ന്യൂമറോളജി, ടാരോ റീഡിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. സ്പിരിച്വലി ഇൻക്ലൈൻഡ് വ്യക്തികളായിരിക്കാം. പ്രഭാഷണങ്ങളൊക്കെ ചെയ്യുന്ന, പ്രീസ്റ്റ് ഹുഡ് നയിക്കുന്ന അങ്ങനത്തെ വ്യക്തികളാവാനും സാധ്യതയുണ്ട്. എനിക്ക് കൂടുതലായും അവർ മാരീഡ് ആണെന്ന് കാണുന്നു. ഓക്കെ, ഇതെല്ലാം പ്രശ്നങ്ങളും അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഈ പറഞ്ഞ പോലെ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ ഡിഫറൻസസും അവിടെ ഉള്ളതായിട്ട് കാണുന്നു. ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നു എന്നും കാണുന്നു. എസ്പെഷ്യലി ഇവർ മാരീഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ്ഹുഡ് നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർ വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. കാരണം എങ്ങനെ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് അറിയാൻ വയ്യാത്തൊരു സ്ഥിതി. അതുകൊണ്ട് തന്നെ ഇവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, നിങ്ങളുടെ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ച് സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഈ പറഞ്ഞ വ്യക്തികൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി ഇവർ മാരീഡാണ്, അല്ലെങ്കിൽ ഇവർ പ്രീസ്റ്റാണ് എന്നൊക്കെയുള്ള, പ്രീസ്റ്റൊക്കെ ആണെങ്കിൽ അവിടെ ടോട്ടലി ഒരു സിറ്റുവേഷൻ, ബ്ലോക്ക്ഡ് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നവർ. അവർക്ക് അവരെ റെസ്ട്രിക്റ്റ് ചെയ്ത് മതിയാവൂ. കാരണം ആ ചെയ്യുന്ന പ്രീസ്റ്റ്ഹുഡിനോടുള്ള ആ ഒരു ബഹുമാനം അവർ കീപ്പ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു. അല്ല, ഇവരൊരു ടീച്ചറാണ്, മാരീഡാണ്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ വളരെയധികം കോഷൻ എടുത്തിട്ടാണ്, വളരെ എന്താ പറയുക, ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ആ സീക്രസി മെയിൻറ്റെയിൻ ചെയ്തിട്ടും വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ഇവർ നിങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതായത് അപ്പുറത്തുള്ള പേഴ്സൺ അറിയരുത് എന്നുള്ള രീതിയിൽ അത്രയധികം ശ്രദ്ധയോടെ ആയിരിക്കും ഇവർ നിങ്ങളുടെ റിലേഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അതങ്ങനെ തന്നെ തുടരണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ. മനസ്സിലായല്ലോ? ആ പ്രോസസ്സിൽ ഇവർ വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി തരൂ ഡിവൈൻ. ഓരോ കേസ് കാണുന്നതിനനുസരിച്ച് ഞാൻ പറയുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാർഡിനും പല അർത്ഥങ്ങളുണ്ട്. എന്നെക്കൊണ്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ പറഞ്ഞു തരാണ്. കാരണം നിങ്ങൾ ഒരുപാട് പേരാണ്. നിങ്ങൾക്ക് ഏതാണോ റെസനേറ്റ് ആകുന്നത് അതെടുക്കുക. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലാണ് എന്നും കാണുന്നു കേട്ടോ. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ലോകത്ത് മറ്റൊരു ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൺസിഡറബിൾ ഡിസ്റ്റൻസ് ഉണ്ട് രണ്ടുപേരുടെ ഇടയിൽ ട്രാവൽ ചെയ്തിട്ടായിരിക്കണം തമ്മിൽ കാണുന്നുണ്ടാവുക. അതൊരു പാറ്റേൺ പോലെ നിങ്ങൾ റെഗുലറായിട്ട് തമ്മിൽ കാണാറുണ്ടായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ അവിടെ ഉള്ളതായിട്ടും കാണുന്നു. ഓക്കെ,
തീർച്ചയായും നിങ്ങളുടെ പേഴ്സൺ റീയൂണിയൻ വേണം, നിങ്ങളെ വീണ്ടും കാണണം, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് അതിതീവ്രമായിട്ട് തന്നെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കാരണം ഇവർക്ക് നിങ്ങളോട് അമിതമായ സ്നേഹമാണ്. നിങ്ങളെ വിട്ടു പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് അവരവിടെ ഫേസ് ചെയ്യുന്നത്. അവിടെ തേർഡ് പാർട്ടി ആവട്ടെ ഫോർത്ത് പാർട്ടി ആവട്ടെ എന്ത് സിറ്റുവേഷൻ ആവട്ടെ നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റീയൂണിയൻ അവർ തീർച്ചയായും നിങ്ങൾക്കായി ആഗ്രഹിക്കുന്നുണ്ട് എന്നും കാണുന്നു. ഓക്കെ, നിങ്ങളെ പ്രതി വല്ലാതെ പൊസസീവായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങളുടെ അടുത്ത് മറ്റൊരാൾ സംസാരിക്കുന്നതോ ഒന്ന് അടുത്തിടപഴകുന്നോ ഒന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് നോക്കുന്നത് പോലും സഹിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിട്ടാണ് എനിക്കവിടെ കിട്ടുന്നത്. കിങ് ഓഫ് വാൻസ് വീണ്ടും പരസ്പര സ്നേഹം, പരസ്പര ബഹുമാനം, പരസ്പരം അട്രാക്ഷൻ എന്നുള്ള രീതിയിലാണ് എനിക്കവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓൾറെഡി ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ അവരുടെ ഭാര്യ ഭർത്താവ് സ്ഥാനത്ത് ഉള്ള വ്യക്തി തന്നെയാണ് എന്ന് തന്നെയാണ് അവർ മനസ്സിൽ കരുതുന്നത്. ആ ഒരു അധികാരം അവർ നിങ്ങളുടെ അടുത്ത് കാണിക്കാറുണ്ടായിരിക്കും കേട്ടോ. നിങ്ങളത് വകവെച്ച് കൊടുക്കാറുമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് എന്നും കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. എന്നും കോണ്ടാക്റ്റിലായിരിക്കണം, എന്നും കാണാൻ പറ്റുമെങ്കിൽ കാണണം, സംസാരിക്കണം, പരസ്പരം ലൈഫ് ലോങ് കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും വിചാരിക്കുന്നത്. ഓക്കെ, എംപററും എംപ്രസും വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയും, അവർ ഓൾറെഡി നിങ്ങളെ ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ തിരിച്ചും അങ്ങനെ തന്നെയാണ്. പരസ്പരം വളരെ റെസ്പോൺസിബിളായിട്ടും കെയറിങ് ആയിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതായത് അവർക്കൊരു മാസ്കുലിൻ പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഫെമിനൈൻ പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് ആണ് അങ്ങോട്ടുള്ളത്. ഓക്കെ, അവിടെ നിന്ന് ഒരു ആണിൻ്റെ, അതായത് ഏത് സൈഡാണോ പുരുഷൻ, ആ പുരുഷൻ എങ്ങനെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു ഫീലിങ്ങും നിങ്ങളിൽ ആരാണോ സ്ത്രീ അവർക്ക് ആ മാതൃത്വം കലർന്ന് അങ്ങനത്തെ ഒരു പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഫീലിംഗുമാണ് പരസ്പരം കണക്റ്റ് ആവുന്നത് കേട്ടോ. ഇവർ നിങ്ങളെ പ്രതി വല്ലാതെ ആകർഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മ സ്ഥാനത്ത് നിങ്ങൾ മതി എന്നുള്ള രീതിയിൽ, അതായത് നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ് തന്നെയാണ്. പലർക്കും അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് പാരൻ്റൽ ആവട്ടെ, അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ സ്പൗസ്, കുട്ടികൾ, അങ്ങനെയുള്ള രീതിയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പലതും അവിടെ കാണുന്നുണ്ടെങ്കിലും അവർ ചിന്തിക്കുന്നത് എല്ലാവരും ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. കാരണം നിങ്ങളെ വിട്ടു പോകാൻ അവർക്ക് സാധിക്കില്ല. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു, മനസ്സിലായോ? റെസ്പോൺസിബിലിറ്റീസ് അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയും തന്നെയാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അവർക്ക് നിങ്ങളെ വിട്ടുകളയാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ വളരെയധികം സൂക്ഷിച്ച് മാത്രം മുന്നോട്ട് എന്നുള്ള രീതിയിലും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവരുത് ലൈഫിൽ, നിങ്ങളുടെ ആയാലും അവരുടെ ആയാലും വളരെയധികം സൂക്ഷിച്ച് മാത്രം നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യാറുണ്ട്, നിങ്ങളെ കാണാതിരിക്കുന്ന സമയത്ത് വല്ലതും മിസ്സ് ചെയ്യാറുണ്ട് എന്നും കാണുന്നു. ഓർക്കാറുണ്ട്, നിങ്ങളെ ഒരുപാട് ഓർക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. നിങ്ങളും നിങ്ങളുടെ ജോലിയിലേക്ക് ശ്രദ്ധിക്കണമെന്ന് അവർ പറയുന്നുണ്ട്. എല്ലാം ഇന്ന് പെയർഡ് കാർഡ്സ് ആയിട്ടാണ് വരുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസും ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും. നിങ്ങൾക്കും ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ സൈഡിൽ ഉണ്ടായിരിക്കും. അതും കൃത്യമായിട്ട് ചെയ്യുക. അവരവരുടെ റെസ്പോൺസിബിലിറ്റി, അവരവരുടെ കുടുംബം, അത് അവരവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മൾ കൃത്യമായി ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടുപേരും അവരവരുടെ സ്ഥാനത്ത് അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് വളരെ കൃത്യമായി ചെയ്യുന്ന വ്യക്തികളാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷനും നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. 8 ഓഫ് വാൻസ് വെച്ച് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്, എന്നും കാണണം, സംസാരിക്കണം എന്നുള്ള രീതിയിൽ അവർ ലോങ് ടേം കണക്ടിവിറ്റി നിങ്ങളുടെ ഇടയിൽ വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. മിസ്സിങ് എനർജി വളരെയധികം രണ്ട് സൈഡിലും തന്നെ എനിക്ക് കണക്റ്റ് ആവുന്നുണ്ട്. കാണാതിരിക്കുന്ന സമയത്ത് നിങ്ങളെപ്പറ്റി തന്നെ ഓർക്കുക, ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീലിംഗ്, അങ്ങനെയൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, ടെമ്പറൻസ് വെച്ച് ഞാൻ പറഞ്ഞില്ലേ, ബാലൻസിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതായത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നല്ല രീതിയിൽ സമാധാനപരമായിട്ട്, വഴക്കും വക്കാണോ ഒന്നും പാടില്ല, എല്ലാം വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള പ്രാഥമിക ലക്ഷ്യം തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കാറുണ്ട്. അവർ റിലീജിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴെല്ലാം
ദിവസം തോറുമുള്ള പ്രാർത്ഥനയിലെല്ലാം നിങ്ങളുടെ പേരും പറഞ്ഞ് അവർ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് കാണുന്നു കേട്ടോ. ലാസ്റ്റ് കാർഡ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഒക്കെ ഇവർ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ സേഫ് ആണല്ലോ, ഓക്കെ ആണല്ലോ, നിങ്ങളുടെ സൈഡിലെല്ലാം മനസ്സമാധാനത്തിലാണല്ലോ എന്നെല്ലാം അറിയാനായിട്ടൊരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നും നടക്കാറുണ്ട്. പറ്റുന്ന സമയത്തെല്ലാം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനും സംസാരിക്കാനും ഇവർ ശ്രദ്ധിക്കാറുമുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവരുടെ ആഗ്രഹവും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താണ്, സ്ട്രഗിൾസ് ഉണ്ട്. ഒന്നും വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്ന റിലേഷൻ അല്ല. എല്ലാ തരത്തിലും സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ റിലേഷനിൽ നിന്നും വിട്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അതൊരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ബ്ലൂ മൂൺ കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. ഓക്കെ, മനോഹരമായ ഫീലിങ്സ് തന്നെ ആയിരുന്നു അല്ലേ? അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. ക്ലെയിം ചെയ്തോളൂ. വളരെ മനോഹരമായിട്ടുള്ള ഫീലിങ്സ് ആയിരുന്നു. തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യൂ കേട്ടോ. കമൻറ്റ് ബോക്സിൽ 222 അല്ലെങ്കിൽ 111 ഇട്ടിട്ട് ഡിവൈനെ താങ്ക് ചെയ്തിട്ട് ക്ലെയിം ചെയ്തോളൂ. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, വേറൊന്നുമില്ല. പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.